ഞാൻ ശരിക്കും റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ശരിക്കും ഇതിൽ ഇൻവോൾവ് ആയി ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ ചേഞ്ചസ് ശരിക്കും മനസ്സിലാവും നമുക്ക്. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഷോപ്പിംഗ് മാളിലൊക്കെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് റീറ്റെയിലാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. ഉടനെ തന്നെ എൻ്റെ ചിന്ത പോകുന്നത് ഇനിയുള്ള സ്റ്റോറുകൾ വരുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ഒരു ബോക്സ് ഉണ്ടാക്കുന്നതാണ് സക്സസ്ഫുൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോയാലും ദുബായിൽ പോയാലും ഒക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിലാണ് ഒരു സൈഡ് ദാറ്റ് വിൽ ബി ഇലക്ട്രോണിക്സ്, ഒരു സൈഡിലായിരിക്കും ഫുഡ്, ഒരു സൈഡിൽ ഫാഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിപ്ലിക്ക ഇവിടെ നോക്കാം. അങ്ങനെയാണ് ഞാനൊരു 2015-16 ആയപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടൊരു, അപ്പോൾ നമ്മൾ കാണുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഇതിലെ എഡ്ജ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. ഞാൻ അതിനെയാണ് കാശാക്കാൻ നോക്കിയത്, മനസ്സിലായി. കേരളത്തിൽ തുടങ്ങാൻ പാടുള്ളിടത്ത് ഞാൻ അത് തുടങ്ങി എല്ലാം സെറ്റ് ആയിക്കുന്ന ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരും, അല്ലേ?